പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് കൂരിയാട് NH 66 നാഷണൽ ഹൈവേ 66 മുമ്പ് തകർന്ന ആ ഭാഗത്ത് നടക്കുന്ന വർക്കുകൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നു നോക്കിയാൽ ആദ്യം മല പോലെ കൊണ്ടുവന്ന് കൂട്ടിയ മണ്ണ് അതൊക്കെ നീക്കം ചെയ്തു. ഇനി ഇവിടെ ഫൗണ്ടേഷൻ സ്റ്റേബിളാക്കാനുള്ള ശ്രമത്തിലാണ്. വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇവിടെ ഇനിയൊരു അബദ്ധം എൻജിനീയേഴ്സിന് പറ്റാതിരിക്കാൻ വേണ്ടി അവർ വളരെയധികം സൂക്ഷ്മതയോടെയാണ് വർക്കുകളൊക്കെ നടക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ വർക്കായതുകൊണ്ട് തന്നെ കൂടുതലായി നമുക്ക് വർക്കുകൾ പുറത്തേക്ക് കാണാൻ സാധിക്കുകയില്ല. ഇവിടെ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഈ കൂരിയാട് വയൽ വയലായതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് മഴ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കാലമാണല്ലോ. മഴ ഇപ്പോൾ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും മഴക്കാലമാണ്. അതുകൊണ്ട് മഴക്കാലമല്ലെങ്കിലും വയലാണല്ലോ, പാടമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സോയിൽ വാട്ടർ ലോഗിങ് സോയിലാണ്. അപ്പോൾ കുഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കൂടുതൽ കുഴിക്കുമ്പോൾ നമുക്കറിയാം, പാടത്ത് പ്രത്യേകിച്ച് അധികം കുഴിക്കേണ്ടതില്ല. വെള്ളം പുറത്തേക്ക് വരാൻ, വെള്ളം കാണാൻ കൂടുതൽ കുഴിക്കേണ്ടതില്ല. അപ്പോൾ ഇപ്പം നടക്കുന്നത് ശരിക്ക് പിയറുകളുടെ പണിയൊന്നും കാര്യമായി ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അതിനുള്ള മെറ്റീരിയൽസാണ് നമ്മളിവിടെ ഈ കാണുന്നതൊക്കെ. അപ്പോൾ പിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് അതിൻ്റെ മേലെ അബട്ട്മെൻറ്റിൻ്റെ വർക്ക് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. അബട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. അതായത് ബ്രിഡ്ജിൻ്റെ 2 വശങ്ങളിലേക്ക് വെയിറ്റ് സപ്പോർട്ട് ചെയ്യാൻ, വെയിറ്റ് താങ്ങാൻ അബട്ട്മെൻറ്റ് നിർമ്മിക്കണം. അപ്പോൾ ഇവിടെ പിയറിൻ്റെ വർക്ക് തന്നെ മുഴുവനായിട്ട് ആരംഭിച്ചിട്ടില്ല. ഇത് വാട്ടർ ലോഗിങ് സോയിലുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ പരിഹാരമായിട്ടുള്ളത് എൻജിനീയേഴ്സിൻ്റെ മുന്നിൽ ഇവിടെ പരിഹാരമായിട്ടുള്ള വലിയ ബ്രിഡ്ജ് നിർമ്മിക്കാൻ ഇവിടെ പരിഹാരമാർഗം കോഫർ ഡാം നിർമ്മിക്കലാണ്. ആ കോഫർ ഡാമാണ് പരിഹാരം. അതായത് കോഫർ ഡാം എന്ന് പറഞ്ഞാൽ ഡ്രൈ കണ്ടീഷനിൽ ഫൗണ്ടേഷൻ സ്റ്റേബിൾ ആക്കാം. അതാണ് അതിൻ്റെ കോഫർ ഡാമിൻ്റെ പ്രത്യേകത. ഡ്രൈ കണ്ടീഷൻ ഉണ്ടാക്കി ഫൗണ്ടേഷൻ സ്റ്റേബിൾ ആക്കുക. അതാണ്
ഇവിടെ പരിഹാരമാർഗമായിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? ബാരിയേഴ്സ്, കോൺക്രീറ്റിൻ്റെ ബാരിയേഴ്സ് നിർമ്മിക്കണം. വെള്ളം ബാരിയേഴ്സ് കുഴിച്ചതിന് ശേഷം പൈൽസും ബാരിയേഴ്സൊക്കെ നിർമ്മിച്ച് വാട്ടർ പുറത്തേക്ക് ഒഴിവാക്കണം. വെള്ളം ഡീവാട്ടറിങ് ചെയ്യണം. ഡീവാട്ടറിങ് ചെയ്തതിന് മുമ്പ് വെള്ളം ചുറ്റുഭാഗത്ത് നിന്ന് കടന്നു വരാതിരിക്കാൻ വേണ്ടി ബാരിയേഴ്സ് നിർമ്മിക്കണം. കോൺക്രീറ്റിൻ്റെ നല്ല ശക്തമായ ബാരിയേഴ്സ് നിർമ്മിച്ചതിന് ശേഷം പിന്നീട് ഇത് സോഫ്റ്റ് സോയിലാണല്ലോ, വാട്ടർ ലാഗിങ് സോയിലായതുകൊണ്ട് തന്നെ വലിയ വെയിറ്റ് ഒരു ചെറിയ പോയിന്റിൽ വലിയ വെയിറ്റ് വന്നാൽ അത് അപകടമാണ്. അതുകൊണ്ട് ഈ കോഫർ ഡാമിൽ ചെയ്യുന്നത് സ്ലാബ് കോൺക്രീറ്റ്, നല്ല ശക്തമായ കോൺക്രീറ്റ് സ്ലാബ് കൊണ്ട് റാപ്സും നിർമ്മിച്ച്, കോൺക്രീറ്റ് സ്ലാബ് കൊണ്ട് റാപ്സും നിർമ്മിച്ച് ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന സമയത്ത്, ഫൗണ്ടേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ പിന്നെ എന്ത് ചെയ്യണം? നല്ല പരന്ന പ്രതലം, അതാണ് ഞാൻ പറഞ്ഞത്, വെയിറ്റ്, വലിയ വെയിറ്റ് ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം. പിന്നെ ഈ കോൺക്രീറ്റിൻ്റെ, അതാണ് ഈ കോൺക്രീറ്റിൻ്റെ മാറ്റ്സും സ്ലാബ്സും, കോൺക്രീറ്റ് സ്ലാബിൻ്റെ മാറ്റ്സും റാപ്സും നിർമ്മിച്ചാൽ ഉള്ള ഗുണം, ഒരു നിശ്ചിത ഭാഗത്ത് വെയിറ്റ് വരികയില്ല. അപ്പോൾ സിങ്കിങ് നടക്കുകയില്ല. വെയിറ്റ് തുല്യമായി ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതാണതിൻ്റെ സയൻസ്. ഫിസിക്സ് പഠിച്ചവർക്കൊക്കെ അറിയാം, ഇതൊന്നും വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിയറിൻ്റെ പണി തന്നെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടേ? പിന്നെ അബട്ട്മെൻറ്റിൻ്റെ വർക്ക് തുടങ്ങാൻ. അപ്പോൾ ഇവിടെ ഈ ഏരിയ പാടമായതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെയാണ് എൻജിനീയേഴ്സ് എല്ലാം. ഞാൻ ചില എൻജിനീയേഴ്സിനൊക്കെ കണ്ടിരുന്നു. അവരോട് ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ഞാൻ ചോദിച്ചറിഞ്ഞു. ഡിസ്കസ് എന്ന് പറഞ്ഞാൽ അവരോട് ചില ഡൗട്ട്സൊക്കെ ഞാൻ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ പിയറിൻ്റെ ബാറുകൾ, ചട്ടക്കൂട് ഇറക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് പുറത്ത്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, പുറത്ത് കൂടുതൽ വർക്കുകൾ കാണുകയില്ല. ഒക്കെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞ കോഫർ ഡാമിൻ്റെ വർക്കുകൾ അത് പുറത്തേക്ക് കാണുകയില്ലല്ലോ. വലിയ വർക്കുകളാണ് അതൊക്കെ
താഴെയാണ്, അത് പുറത്തേക്ക് കാണാനുണ്ടാവുകയില്ല. അപ്പോൾ വലിയ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്, ധാരാളം വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള നിർമ്മാണം ആവാനായിട്ടില്ല. ഇവിടുത്തെ വലിയ മല പോലെയുള്ള മണ്ണ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇതൊക്കെ പുറത്തേക്ക് നീക്കം ചെയ്യുക എന്നത് തന്നെ വലിയൊരു ടാസ്ക് അല്ലേ. ഇവിടെ തകരുന്നതിൻ്റെ മുമ്പ് ഇവിടെ തകർച്ച സംഭവിക്കുന്നതിൻ്റെ മുമ്പ് മണ്ണ് ഇവിടെ പൂർണ്ണ രൂപത്തിൽ ഒരു വലിയ ഉയർന്ന രൂപത്തിൽ മണ്ണ്, നല്ല ഉയരത്തിൽ വലിയ പൊക്കത്തിൽ മണ്ണ് കൊണ്ടുപോയി നിറച്ച ഭാഗമാണ്, ഏരിയയാണ് നിങ്ങൾ ഈ കാണുന്നത്. മല പോലെ മണ്ണ് നിറച്ച് അതൊക്കെ നീക്കം ചെയ്യുക എന്നത് തന്നെ എത്ര വലിയ ടാസ്ക്കാണ്. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കോഫർ ഡാമാണ് ഇവിടെയൊക്കെ പരിഹാരമെന്ന് പറഞ്ഞല്ലോ. കോഫർ ഡാമാണ് ഇവിടെയൊക്കെ പരിഹാര മാർഗം അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ. അപ്പോൾ അതിൻ്റെ പിയർ നിർമ്മാണം നടത്തണമെങ്കിൽ ബ്രിഡ്ജിന് വേണ്ടി ഫൗണ്ടേഷൻ സ്റ്റേബിൾ ആക്കണമെങ്കിൽ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യണം. കണ്ടോ, അപ്പോൾ ഇത് മുളച്ച് വരുന്നേ ഉള്ളൂ, പുറത്തേക്ക് കാണാൻ മാത്രം കൂടുതലായിട്ട് ഒന്നുമില്ല. ഇത് ചെറിയ രൂപത്തിൽ മുളച്ച് വരുന്നത് പോലെ ആയിട്ടുള്ളൂ. അത് തന്നെ എല്ലാ ഭാഗത്തൊന്നും ആയിട്ടില്ല. ഇവിടെ ഏകദേശം സെൻറ്റർ ഭാഗത്ത്, ഏകദേശം സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാം, വ്യക്തമായി കാണാം. അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പ്രയാസമാണ്. മാത്രമല്ല ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടല്ലാതെ ഇവിടെ നിൽക്കാനും പറ്റുകയില്ല. ഈ യന്ത്രങ്ങളൊക്കെ, മെഷീനറികളൊക്കെ എപ്പോഴാണ് നമ്മളെത്ര ശ്രദ്ധിച്ചാലും, അല്ല അവർ എത്ര ശ്രദ്ധിച്ചാലും ഇവിടെയൊക്കെ നടക്കുമ്പോൾ അവരെത്ര ശ്രദ്ധിച്ചാലും മനുഷ്യനല്ലേ, നമ്മളെ തടി സംരക്ഷിക്കണമല്ലോ. അതുകൊണ്ട് വളരെ അടുത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുളച്ച് വരുന്നേ ഉള്ളൂ ഇവിടെയും. അപ്പോൾ പുറത്തേക്ക് കൂടുതലായുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാലിപ്പോൾ ഈ മണ്ണൊക്കെ നീക്കം ചെയ്യൽ തന്നെ വലിയൊരു വർക്കാണ്. രണ്ടാമത് പണിയല്ലേ, രണ്ടാം പണിയാണല്ലോ. ഇവിടെ കൊണ്ടുവന്ന് ശേഖരിച്ച് ഒരു മല പോലെ പടുത്തുയർത്തി ആ മണ്ണുകളൊക്കെ മറ്റൊരു ഭാഗത്തേക്ക് നീക്കം ചെയ്യുക എന്നത് തന്നെ വലിയ ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മളുള്ളതിപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ശരിക്ക് നേരത്തെ നമ്മൾ ഉണ്ടായിരുന്നത് പാടം, വയലിൻ്റെ കര ഭാഗത്തായിരുന്നു. ഏകദേശം ശരിക്കും കരയിലല്ലെങ്കിൽ ഏകദേശം കരയുടെ അടുത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ വയലിൻ്റെ പാടത്തിൻ്റെ മധ്യഭാഗത്താണ് ഉള്ളത്. എപ്പോഴാണ് മെഷീനറി ഇങ്ങോട്ട് തിരിയുന്നത് എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളെ തടി സംരക്ഷിക്കണം, നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ മെഷീനറി ഏതിലൂടെ ഏതൊക്കെ എപ്പോഴൊക്കെ വരുന്നു എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക്
വീഡിയോ ശരിക്കും ചെയ്യാനൊരു പ്രയാസമായി ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോയിലൊക്കെ അനുഭവപ്പെടുന്നത് ബോറായിട്ടൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും, ക്ഷമിക്കുക. ഞാൻ കഴിവിൻ്റെ പരമാവധി റിസ്ക് എടുത്ത് എൻ്റെ പ്രേക്ഷകർക്ക് ഈ ഭാഗത്തും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിലെ നടക്കുന്ന സമയത്ത് വേണ്ട, ഇവിടെ റോഡിലൂടെ വാഹനം തിരക്കിട്ട് പോകുന്ന സമയമാണിപ്പോൾ, ഈവനിങ് ആണ്, സൂര്യാസ്തമയത്തിനുള്ള സമയം ആയിട്ടില്ലെങ്കിലും ഏകദേശമൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. സന്ധ്യ ആകാനുള്ള ഒരുക്കമാണ് പ്രകൃതി. അപ്പോൾ നമുക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള റിസ്കുകളൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടോ, താഴെ നമുക്ക് വലിയ കുഴി കാണാം. ഇവിടെ വലിയ കുഴി കാണാം. ഫൈൽസും ബാരിയേഴ്സൊക്കെ അതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് വലിയ കുഴി വേണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വയലിൻ്റെ പാടത്തിൻ്റെ മധ്യഭാഗമാണ്. കൂടുതൽ കുഴിക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ ഡീവാട്ടറിങ് ചെയ്യണമെങ്കിൽ ചുറ്റും ബാരിയേഴ്സ് നിർമ്മിക്കണം. ബാരിയേഴ്സ് വെള്ളം ചുറ്റുഭാഗത്തുനിന്ന് ഒഴുകാതിരിക്കാൻ വേണ്ടി ബാരിയേഴ്സ് കണ്ടോ. നിങ്ങൾക്ക് വാട്ടർ പമ്പിങ് കാണാൻ സാധിക്കും. അവിടെ ഡീവാട്ടറിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെള്ളം പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ കണ്ടോ, വെള്ളം പമ്പിങ് ഡീവാട്ടറിങ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വെള്ളം കാരണം പാടമല്ലേ, വയലല്ലേ, കുറച്ച് കുഴിച്ചാൽ തന്നെ വെള്ളമാണ്. അതുകൊണ്ട് ബാരിയേഴ്സ് നിർമ്മിച്ചതിന് ശേഷം വെള്ളം പുറത്തേക്ക് ഒഴുക്കണം, ഡീവാട്ടറിങ് ചെയ്യണം. അതാണിപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പമ്പുകൾ കാണാം, പമ്പിങ് കാണാം. വെള്ളം പുറത്തേക്ക് അപ്പുറത്തേക്ക് വയലിലേക്ക് ഒഴുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വർക്കുമായി ബന്ധപ്പെട്ട ഏതാനും ചില എൻജിനീയേഴ്സിനൊക്കെ ഈ വർക്കിനെ പറ്റി അറിയുന്ന, ഈ നിർമ്മാണവുമായി പരിചയമുള്ളവരെ ഞാൻ കണ്ടിരുന്നു. എൻ്റെ പ്രേക്ഷകർക്ക് കഴിയുന്നത്ര പരമാവധി സത്യസന്ധമായ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഇവിടെ പരിഹാരമായിട്ടുള്ളത് വാട്ടർ ലോഗിങ് സോയിലായതുകൊണ്ട് ഇവിടെ അതിനുള്ള പരിഹാരം കോഫർ ഡാമാണ്. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഈ വാഹനം പാലത്തിൻ്റെ വെയിറ്റ് മാത്രമല്ലല്ലോ, വലിയ ലോഡ് കടന്നു പോകാനുള്ള ബ്രിഡ്ജാണ്. വലിയ ലോഡ് കടന്നു പോകാനുള്ള ബ്രിഡ്ജാണിത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ വലിയ ലോഡ് കടന്നു പോകാനുള്ള ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ഈ ലോഡ് വെയിറ്റ് ഒരു നിശ്ചിത പോയിന്റിൽ ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം. എൻ്റെ സ്റ്റുഡൻസിനൊക്കെ അറിയാം. ഒരു നിശ്ചിത പോയിന്റിൽ കൂടുതൽ അധികം വെയിറ്റ് വന്നാൽ ഇവിടെ സോയിൽ സോഫ്റ്റാണ്. വാട്ടർ ലോഗിങ് ആയതുകൊണ്ട് തന്നെ സോയിൽ സോഫ്റ്റാണ്. സിങ്കിങ് നടക്കാൻ പാടില്ല. സിങ്കിങ് നടന്നാൽ തകർച്ച സംഭവിക്കും. അപ്പോൾ സിങ്കിങ് നടക്കാതിരിക്കണമെങ്കിൽ, താഴ്ന്നു പോകാതിരിക്കണമെങ്കിൽ, അതായത് ഇരിക്കാതിരിക്കണമെങ്കിൽ, നമ്മൾ ഇരിക്കുക എന്നൊക്കെ പറയില്ലേ, അതിന് വേണ്ടി എന്ത് വേണം? വെയിറ്റ്, വലിയ ലോഡുകളാണ് വെയിറ്റ് വരിക. അപ്പോൾ അതൊരു നിശ്ചിത പോയിന്റിൽ മാത്രം കേന്ദ്രീകരിക്കാതെ
അത് ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആ വെയിറ്റ് പരന്ന പ്രതലത്തിൽ വലിയ പരന്ന സ്ലാബ് കൊണ്ട്, നല്ല ശക്തമായ സ്ലാബ് കൊണ്ട്, പരന്ന ഫ്ലാറ്റായിട്ടുള്ള സ്ലാബ് നിർമ്മിച്ച്, ഞാൻ പറഞ്ഞില്ലേ മാറ്റ് പോലെയുള്ള ശക്തമായ കോൺക്രീറ്റ് സ്ലാബ് കൊണ്ടുള്ള മാറ്റ്സ്, അത് സാധാ സ്ലാബ് പോരാ, നല്ല ശക്തമായ കോൺക്രീറ്റ് സ്ലാബ് കൊണ്ട് മാറ്റ്സ് ഉണ്ടാക്കണം. അങ്ങനെ ഒരു പരന്ന പ്രതലത്തിൽ പിന്നെ വെയിറ്റ് എല്ലാം കൂടി വരുമ്പോൾ ഒരു നിശ്ചിത പോയിന്റിൽ വെയിറ്റ് ലോഡ് അത് കേന്ദ്രീകരിക്കുകയില്ല. അപ്പം അത് തുല്യമായി ഈക്വലായിട്ട് ആ വെയിറ്റ് പല ഭാഗങ്ങളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ഭാഗത്ത് കൂടുതൽ വെയിറ്റ് വന്നാലാണല്ലോ ഇരിക്കുക, താഴ്ന്നു പോകുക. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ പറയുകയാണ്. ഒരു നിശ്ചിത ഭാഗത്ത് വെയിറ്റ് വന്നാലാണല്ലോ പിന്നെ വീട് ഇരിക്കുക, തറ ഇരിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ താഴ്ന്നു പോവുകയുള്ളൂ. അത് തുല്യമായി പരന്ന പ്രതലത്തിൽ ആ വെയിറ്റ്, വിശാലമായി പരന്ന പ്രതലത്തിൽ ആ വെയിറ്റ് വന്നാൽ, പരന്ന പ്രതലത്തിലേക്ക് ആ വെയിറ്റ് ഈക്വലായി തുല്യമായി അത് വിതരണം ചെയ്താൽ, ആ വെയിറ്റ് തുല്യമായി വിതരണം ചെയ്യപ്പെട്ടാൽ, അപ്പോൾ എല്ലാ ഭാഗത്തും കുറഞ്ഞ അളവിലായിരിക്കും, കൂടുതൽ വലിയ അളവിൽ വെയിറ്റ് വരികയില്ല. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ പറഞ്ഞു, അതിനുവേണ്ടി ആദ്യം എന്തു ചെയ്യണം? ഇത് കണ്ടോ, വലിയ കുഴി കണ്ടില്ലേ? ഈ കുഴി കുഴിച്ചതിന് ശേഷം പിന്നെ ചുറ്റുഭാഗത്തും വെള്ളം ഡീവാട്ടറിങ് നടത്തിയാൽ മാത്രം പോരല്ലോ, ചുറ്റുഭാഗത്തുനിന്ന് വെള്ളം വരുന്നതിനുള്ള ബാരിയേഴ്സ് നിർമ്മിക്കണം, കോൺക്രീറ്റ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മറ്റേ മാർഗങ്ങൾ കൊണ്ട് ബാരിയേഴ്സ് നിർമ്മിക്കണം. എന്നിട്ട് പൈലിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പക്ഷേ ഇവിടെ കൂടുതൽ കുഴിച്ചാലും വളരെ ആഴത്തിൽ കുഴിക്കാനും പറ്റുകയില്ല. കാണുന്നത് വയലാണല്ലോ. പിന്നെ അതുകൊണ്ട് പൈലിങ്ങൊക്കെ വളരെ ശക്തമായി, വളരെ സൂക്ഷ്മതയോടെയാണ് ഇവിടെ. ഇനിയൊരു തകർച്ച സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എൻജിനീയേഴ്സിനൊക്കെ അവരൊക്കെ വളരെ കണിശത പുലർത്തുന്നുണ്ട്, വളരെ നല്ല ഒബ്സർവേഷൻ ഉണ്ട് എന്നൊക്കെയാണ് അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ സാധാരണക്കാരായ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പാടത്ത് വെള്ളം നിൽക്കുന്ന ഈ മഴക്കാലത്ത് എങ്ങനെ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, വലിയ ഭാരമുള്ള തൂണുകൾ മണ്ണിൽ ഉറപ്പിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക വേണ്ട സാധാരണക്കാരായ എൻ്റെ പ്രേക്ഷകർക്ക്. അത് നല്ല പരന്ന കോൺക്രീറ്റ് സ്ലാബിൻ്റെ മാറ്റ്സ് നിർമ്മിച്ചുകൊണ്ട്, പിന്നെ വെയിറ്റ് എല്ലാം തുല്യമായി വിതരണം ചെയ്യുന്ന രൂപത്തിൽ, ഒരു ഭാഗത്ത് പ്രത്യേകമായി വെയിറ്റ് വരാതെ പല ഭാഗങ്ങളിലേക്ക് വെയിറ്റ് പോകുന്ന രൂപത്തിലൊക്കെയാണ്. വളരെ സയൻറ്റിഫിക്കായിട്ടാണ്, വളരെ ശാസ്ത്രീയമായിട്ടാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒരു അപകടം നടന്നതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ കണിശത പുലർത്തുന്നുണ്ട് എന്നാണ് അന്വേഷണത്തിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, വീഡിയോ വളരെ ദീർഘിച്ചു പോയി, നിങ്ങൾ ക്ഷമിക്കുമല്ലോ. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് ചെള്ളപറമ്പൻ മീഡിയ എന്നാണ്. ഈ ചാനലിൻ്റെ ഉദ്ദേശം ഞാൻ മുമ്പ് വ്യക്തമാക്കിയതാണ്. ഞാൻ നമ്മുടെ അടുത്തുള്ള, പിന്നെ ഇവിടെ മലപ്പുറം ജില്ലയിൽ വേങ്ങരക്കടുത്ത് ചേറൂർ ഹൈസ്കൂളിലാണ്. അവിടെ ബയോളജി ടീച്ചറാണ് ഞാൻ, ബയോളജി അധ്യാപകനാണ്. പിന്നെ
അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂട്യൂബ് വരുമാനം കൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ 5000-ത്തിലധികം, അതായത് മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് ചേറൂർ PPTM ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ നിങ്ങൾക്കറിയാമല്ലോ, ഫേമസ് ആണ്. കാരണം ഫേമസ് ആണെന്ന് പറയാൻ കാരണം കേരളത്തിൽ കുട്ടികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമതായിരുന്നു ഒരു കാലത്ത് ചേറൂർ ഹൈസ്കൂൾ. ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് 5000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. അതുപോലെ അവിടെ പഠിച്ചു പോയവരുടെ കൂട്ടത്തിലുമുണ്ട് ഒരുപാട് പാവപ്പെട്ടവർ. അവരൊക്കെ യൂട്യൂബ് വരുമാനം കൊണ്ട് ഭാവിയിൽ നല്ല വരുമാനം കിട്ടുകയാണെങ്കിൽ അവരെയൊക്കെ നന്നായി സഹായിക്കണം. അതിനുവേണ്ടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണും ഓളും ഷെയറിങ് ഒക്കെ ചെയ്യണം നിങ്ങളെ വീട്ടിലുള്ള എല്ലാ ഫോണുകളിലും. അതിന് പുറമെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്, എല്ലാവരോടും നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതൊരു നന്മയായിരിക്കും. കാരണം നിങ്ങൾ സഹായിക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ യൂട്യൂബ് വരുമാനം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ മുമ്പ് വളരെയധികം വ്യക്തമാക്കിയതാണ്, തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ നിങ്ങളും പിന്നെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണം ലിങ്ക്. അങ്ങനെ ഇത് പെട്ടെന്ന് വളർന്നാൽ നമുക്കിവിടെ പാവപ്പെട്ട ഒരുപാട് കുട്ടികളെ, എനിക്ക് ഇക്കാലത്ത് ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ പാവപ്പെട്ടവർക്കാണ് പ്രയാസം, അല്ലാത്തവർക്ക് പ്രശ്നമില്ല. പാവപ്പെട്ടവർക്കാണ് പ്രശ്നം. പൈസ ഉള്ളവർക്ക് പ്രശ്നമല്ല, അതൊരു ഭാരമല്ല. ഡ്രസ്സ് വാങ്ങണം, യൂണിഫോം വാങ്ങണം, അതുപോലെ ബാഗ്, ബുക്സ്, കുട, അതിനെല്ലാം പുറമെ മാസാമാസം നല്ലൊരു സംഖ്യ ട്രാൻസ്പോർട്ടിന് വേണ്ടി വേണം. അതായത് സ്കൂൾ ബസ് ഫീസ്, അതൊരു വലിയ പ്രശ്നമാണ്. വളരെ പാവപ്പെട്ട, അതുപോലെ തന്നെ പാവപ്പെട്ടവരും പണക്കാരുമല്ലാത്തവർ ആരും അവരെ തിരിഞ്ഞു നോക്കൂല. കാരണം അവർ പാവപ്പെട്ടവരുടെ കൂട്ടത്തിലും ആളുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പണക്കാരുടെ കൂട്ടത്തിലും അവരെ ഉൾപ്പെടുത്തുകയില്ല. അങ്ങനെ ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവരെ പാവപ്പെട്ടവരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയില്ല, പണക്കാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയില്ല. അവരെയൊക്കെ കണ്ടറിഞ്ഞ് സഹായിക്കണമെന്നുണ്ട് ആഗ്രഹം. യൂട്യൂബ് വളർന്ന് പന്തലിച്ച് നല്ല വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ അങ്ങനെ സഹായിക്കണം. അതുകൊണ്ട് നിങ്ങൾ കണ്ടറിഞ്ഞ് ഈ ചാനൽ ഒന്ന് പ്രചരിപ്പിക്കണം. ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ പ്രചരിപ്പിക്കണം. നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം, ഇപ്പോൾ തന്നെ ചെയ്യണം. പിന്നെ മറന്നു പോകും. നിങ്ങളുടെ ഗ്രൂപ്പിലേക്കും ഫോണിലുള്ള ഗ്രൂപ്പുകളിലേക്കും കുടുംബത്തിലേക്കൊക്കെ ചാനൽ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെയധികം ദീർഘിച്ചു പോയി, പ്രിയപ്പെട്ടവരെ ക്ഷമിക്കണം. ഞാനിങ്ങനെ പറഞ്ഞ് കുറേ ദീർഘിച്ചു പോയി. നിങ്ങൾക്ക് പലർക്കും സംസാരത്തിൽ എന്തെങ്കിലും ബോറടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മനുഷ്യനല്ലേ, എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.